ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അടുക്കളയിൽ പ്രയോജനപ്രദമായ ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം നമുക്ക് കുറച്ച് മുട്ടത്തോടാണ് ഇന്ന് വേണ്ടത്. അപ്പോൾ മുട്ടത്തോട് കൊണ്ട് എന്തെല്ലാം ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കഴുകി ഉണക്കി വൃത്തിയാക്കിയ മുട്ടത്തോടാണ്. എങ്കിൽ നമുക്ക് അതല്ലാതെ വേണേലും പൊടിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ദാണ്ടെ മുട്ടത്തോട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തു. ഒരുപാടങ്ങ് പൊടിയണമെന്നില്ല, ചെറിയ തരിതരിപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് പൊടി, ഇനി 1 ടീസ്പൂൺ അളവിൽ സോപ്പ് പൊടി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഡിഷ് വാഷ് അതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. അതിനാണ് ഞാൻ പൊടി ഐറ്റംസുകളെല്ലാം ചേർക്കുന്നത്. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല. ഇതിപ്പം താണ്ടെ നമുക്ക് ആവശ്യത്തിനെടുത്തിട്ട് ബാക്കി ഒരു ഡപ്പയിലോ ഏതെങ്കിലും ഒരു ടിന്നിനകത്തോട്ടാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ താണ്ടെ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റുകയാണ്. അപ്പം നമുക്കിത് എത്ര നാൾ വേണേലും ഇരിക്കും. അപ്പോൾ കരി പിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതെടുത്ത് തേച്ചെടുക്കാവുന്നതേ ഉള്ളൂ, ചീത്തയാകത്തൊന്നുമില്ല. അതിനാണ് കഴുകി ഉണക്കി വൃത്തിയാക്കി എടുക്കുന്നത്. അതെല്ലാം നമുക്ക് അപ്പം തന്നെ ചെയ്യണമെങ്കിൽ മുട്ടത്തോട് കഴുകി ഉണക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതേപോലുള്ള പാനൊക്കെ ഉപയോഗശൂന്യമായി കിടന്ന പാനുകളൊക്കെ നമുക്കിത് ബാക്കിലത്തെ ആ ബ്ലാക്കൊക്കെ കണ്ടോ, കരി പിടിച്ച് ഒരുപാട്. ഞാനിതിപ്പോൾ ഒത്തിരി നാളുകൊണ്ട് ഉപയോഗിക്കാതിട്ടിരുന്ന പാനാണ്. അപ്പം നമുക്കിതൊന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ മാറ്റിയിട്ടിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ നമുക്ക് മറ്റേ സ്ക്രബ്ബറൊന്നും വേണ്ട, ഈ സ്പോഞ്ച് വെച്ച് മാത്രം പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ലൈവായിട്ട് കാണിക്കുകയാണ്, സമയമില്ലാത്തതുകൊണ്ട് ഞാനിത് പൊടിയിട്ടൊന്നും വെക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊന്ന് ആക്കി കൊടുത്താൽ മാത്രം മതി, ഒരുപാടിട്ട് ഉരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമുക്ക് ആ റെഡ് കളർ പോവാതെ തന്നെ കിട്ടുകയും വേണം. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കുക. ഇപ്പോൾ ഡിഷ് വാഷൊക്കെ ഉപയോഗിക്കുന്നവർക്ക്, ചിലർക്ക് സ്ക്രബ്ബർ ഉപയോഗിക്കുന്നവർക്കൊക്കെ കൈക്ക് അലർജിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ കൈ ബലം പ്രയോഗിച്ചൊന്നും തേക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ ദാണ്ടെ പൊടി ആ ഭാഗത്തൊക്കെ കുറച്ചിട്ട് കൊടുത്തിട്ട് ദാണ്ടെ ഇതേപോലെ നല്ലോണം ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. ഒരുപാട് ബലം കൊടുക്കുന്നില്ല ഞാൻ, കാരണം ആ റെഡ് കളർ ഉണ്ടോ അതൊന്നും പോവാതെ തന്നെ നമുക്ക് സ്ക്രാച്ച് വീഴാതെ തന്നെ കിട്ടുകയും വേണം. അപ്പോൾ അതാണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട് കണ്ട. അതിട്ട് തേച്ചപ്പോഴത്തേന് ഞാനാണ് ഉപയോഗിക്കാതെ മാറ്റിയിട്ടതാണ്. അപ്പോൾ എന്താണ്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. നല്ല പെട്ടെന്ന് തന്നെ ഞാൻ തേച്ച് കഴുകിയെടുത്തിരിക്കുന്നത് കണ്ട. ഇതേപോലെ നല്ല വെളുത്ത് കിട്ടും പാനുകളൊക്കെ. നമ്മൾ മാറ്റിയിട്ടിട്ടുള്ള പാനുകൾ, ഉപയോഗിക്കുന്ന പാനുകളും ഇതേപോലെ ആയിട്ടുണ്ടെങ്കിൽ ഇത് ഞാനിപ്പം മേടിച്ചിട്ട് തേച്ചിട്ടേ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇതൊട്ടും വരത്തില്ലായിരുന്നു. അപ്പോൾ അടുത്ത പാനും കൂടെ ഇതേപോലെ ഞാൻ കാണിച്ചു തരാം. അതും ഉപയോഗിക്കാതെ മാറ്റിയിട്ട പാനാണ്. എന്താണ്ട് ബാക്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അന്ന് സ്റ്റീലിൻ്റെ സ്ക്രബ്ബറോ ഒന്നുമല്ല, ഡിഷ് വാഷ് സോപ്പിൻ്റെ ഉപയോഗവും ഇല്ല. വളരെ കുറച്ച് മാത്രമേ സോപ്പ് പൊടി എടുത്തിട്ടുള്ളൂ. ബാക്കി മുട്ടത്തോടും കുറച്ച് ബേക്കിംഗ് പൗഡറും കുറച്ച് ഉപ്പും പൊടിയും മാത്രമാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നാക്കിയപ്പോൾ എന്താണ്ട് പെട്ടെന്ന് തന്നെ വെളുത്ത് കിട്ടി. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഉപയോഗിക്കാത്ത പാനുകളാണേലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാനുകളാണേലും ഇതേപോലെ ബാക്കിൽ ബ്ലാക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടാൻ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇനി ഇത് വെച്ച് തന്നെ കുറേ പാത്രങ്ങൾ, പ്ലാസ്റ്റിക് കപ്പുകൾ, നമ്മൾ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ബക്കറ്റുകൾ എല്ലാം വെളുപ്പിച്ചെടുക്കാം. അപ്പോൾ അതാണ്ട് ഞാൻ അടുത്തത് കാണിക്കുക. പാത്രങ്ങൾ, ഗ്ലാസ്സുകൾ ഒക്കെ ഉപയോഗിക്കാതെ കിടന്ന പാത്രങ്ങളെല്ലാം അതുകൊണ്ട് തേച്ച് കാണിച്ചു തരാം. ആ പൊടിയിലൊന്ന് തൊട്ടാൽ മാത്രം മതി. കണ്ട, ജസ്റ്റ് താണ്ട് ഇങ്ങനെയൊന്ന് കറക്കി കൊടുത്താൽ മതി. വലിയ ബലം ഒന്നും കൊടുക്കണ്ട. ഇപ്പോൾ തന്നെ പാത്രങ്ങളൊക്കെ വെളുത്ത് കിട്ടുന്നുണ്ട്. അതേപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മാത്രം മതി. അതാണ്ട് നല്ലവണ്ണം പൊക്കി കിട്ടുന്നുണ്ട്, നല്ല വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളൊക്കെ. ഇപ്പോൾ ഇതിനകത്ത് സോപ്പ് പൊടി ഒരുപാട് മുട്ടത്തോടാണ് പൊടിച്ചതാണ് കൂടുതലുള്ളത്. അതിനകത്ത് സോപ്പ് പൊടി ഒരു സ്വല്പം മാത്രമല്ലേ ഉള്ളൂ. എന്നിട്ട് കണ്ട, ഇനിയിപ്പോൾ സോപ്പ് പൊടി ഇടാതെ വേണേലും നമുക്ക് ചെയ്തെടുക്കാം. കണ്ട, നല്ല കറ പിടിച്ച് കിടന്ന ഗ്ലാസ്സുകളൊക്കെ ദാണ്ടെ ഒന്ന് തൊട്ടാൽ മതി. തേച്ച ഗ്ലാസ്സും ഇനി തേക്കാത്ത ഗ്ലാസ്സും കാണിച്ചു തരാം.
ഉണ്ടോ തേക്കാത്ത ഗ്ലാസും തേച്ച ഗ്ലാസും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഞാനന്ന് ലൈവായിട്ട് തന്നെ കാണിക്കുകയാണ്. ഇതേപോലെ ഗ്ലാസ്സുകളും പാത്രങ്ങളൊക്കെ നിങ്ങൾ തേക്കാത്ത ഇതേപോലെ കിടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ നല്ല ടിപ്പാണിത്. അപ്പോൾ ആ കുഴിക്കകത്തൊക്കെ പോയില്ലെങ്കിൽ ഒന്ന് ബ്രഷ് വെച്ചാൽ പൊടി വെച്ച് ഒന്ന് തേച്ചാൽ മാത്രം മതി. അപ്പോൾ അതെല്ലാം കൊണ്ട് ഇതേപോലെ പാത്രങ്ങളെല്ലാം ഏത് പാത്രം വേണേലും നമുക്ക് തേച്ചെടുക്കാവുന്നതാണ്. ഇനിയിപ്പം അടുത്തത് ദാണ്ടെ മഗ്ഗുകൾ, അടുക്കളയിലാണേലും ബാത്റൂമിലാണേലും ഉപയോഗിക്കുന്ന മഗ്ഗുകളൊക്കെ വിഴുക്കൊക്കെ പിടിച്ച് എണ്ണ വിഴുക്കും, അതേപോലെ ദാണ്ടെ ഒരുമാതിരി ഇഴുക്കലൊക്കെ പിടിച്ച് കിടക്കും, വെള്ളത്തിൽ കിടക്കുന്ന മഗ്ഗുകളൊക്കെ അതൊക്കെ ദയവിച്ചൊന്ന് ഉരച്ചു കൊടുത്താൽ പിന്നെ കുറേ ദിവസത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കത്തില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ സോപ്പ് പൊടിയൊക്കെ ഇട്ട് തേച്ചാൽ വീണ്ടും ഇതേപോലെ തന്നെ കുറച്ച് 2 ദിവസം കഴിയുമ്പോഴത്തേനും വീണ്ടും ഇതേപോലെ മഗ്ഗുകളൊക്കെ പെട്ടെന്ന് ഇഴുക്കൽ പിടിക്കും. അപ്പോൾ ഇതാകുമ്പോഴത്തേന് കുറേ ദിവസത്തേക്ക് അങ്ങനത്തെ ഒരു ഇതും വരത്തില്ല. അതുമാത്രമല്ല സ്ക്രാച്ചും വീഴത്തില്ല. ഇത് വെച്ച് തേക്കുമ്പോഴത്തേന് സ്ക്രാച്ചും ഉണ്ടാകത്തില്ല. നല്ല ഒരു ടിപ്പാണ്. ഇതും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ആ പോവാത്ത മഗ്ഗിൻ്റെ പിടിയിലൊക്കെ ദാണ്ട ഇതേപോലെ ബ്രഷ് ആ പൊടിയിലൊന്ന് തൊട്ടിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ പോയി കിട്ടും. വലിയ ബലം കൊടുത്ത് തേക്കേണ്ടതൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ ടിപ്പ് മൊത്തം ഞാൻ കാണിക്കുന്നത് ഇതാണ്, ഈ മുട്ടത്തോടിൻ്റെ ഉപയോഗമാണ്. അപ്പോൾ ദാണ്ടെ മഗ്ഗിലൊക്കെ ദാണ്ടെ പെട്ടെന്ന് തന്നെ പോയി കിട്ടിയുണ്ടോ. ബാക്ക് വശവും അകവും എല്ലാം പെട്ടെന്ന്. അതേപോലെ സ്റ്റീൽ പാത്രവും അതേപോലെ ഫ്രൈ പാനുകളും എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനിയിപ്പം ഞാൻ അടുത്തത് ടൈൽസിൻ്റെ ഭാഗങ്ങളാണ് കാണിക്കുന്നത്. നമ്മൾ ആ വാഷ് ബേസിനടുത്തുള്ള ടൈൽസിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വിടവിലൊക്കെ കറുപ്പുണ്ടെങ്കിലും അതേപോലെ എണ്ണ വിഴുക്ക് അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഇതേ വെച്ചൊന്ന് തേച്ച് കഴിയുക. പിന്നെ കുറേ ദിവസത്തേക്ക് നമുക്ക് അങ്ങനെ ഒരു ശല്യമേ ഉണ്ടാകത്തില്ല. നമുക്കതെല്ലാം പെട്ടെന്ന് തന്നെ വെറുതെ ഒന്ന് ഞാൻ ആക്കി കൊടുക്കുന്നേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ പോയി കിട്ടുകയും ചെയ്യും. അതെല്ലാം നമ്മളല്ലാതെ സോപ്പ് പൊടിയൊക്കെ ഇട്ട് തേക്കുകയാണെങ്കിൽ വീണ്ടും 2 ദിവസം കഴിയുമ്പോഴത്തേനും അവിടെയൊക്കെ അങ്ങ് വിഴുക്കൽ പിടിക്കും. അപ്പോൾ ഇത് വെച്ച് ഒന്ന് തേച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വൃത്തിയായി നല്ല വെട്ടിത്തിളങ്ങും ടൈൽസൊക്കെ. അപ്പോൾ എവിടെ വേണേലും ഇതേപോലെ ചെയ്തെടുക്കാം. ബാത്റൂമിൽ വേണേലും നമുക്ക് ടൈൽസൊക്കെ ഇതേപോലെ തേക്കാം. ഉണ്ടാകാണ്ട് വെറുതെ ഒന്ന് തേച്ച് കൊടുത്തേ ഉള്ളൂ. നല്ല പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇടയിലുള്ള അഴുക്കുകളെല്ലാം തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ പാത്രം കഴുകുന്ന വാഷ് ബേസിൻ അതിൽ ബാക്കി വരുന്നത് നമ്മൾ അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. അതിനകത്തുള്ള എണ്ണ വിഴുക്കും അഴുക്കും എല്ലാം പോയി അതൊന്ന് വെട്ടിത്തിളങ്ങും. അത് ഞാൻ വെറുതെ ഒന്ന് ബലം കൊടുക്കാതെ പെട്ടെന്നൊന്ന് തേച്ചെടുക്കുകയാണ് ഇതെല്ലാം. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ട വാഷ് ബേസിനും പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ കിട്ടി. നമ്മൾ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ വാഷ് ബേസിനിൽ അതിൻ്റെ ആ മുട്ടത്തോടിൻ്റെ പൊടികളൊക്കെ ഒഴിച്ച് കഴുകിയതിൽ അന്നേരം തന്നെ അത് വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയും കൂടെ തേച്ചപ്പോൾ കണ്ടോ നല്ല വൃത്തിയായിട്ട് കിട്ടി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.